ഹായ് എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് 4 ടൈപ്പ് ഓഫ് ആളുകളെ കുറിച്ചാണ്. ഈ 4 ടൈപ്പ് ഓഫ് ആളുകളുമായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് തകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 4 ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആളുകൾ എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് പാസ്റ്റിൽ നടന്ന സംഭവങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന ആളുകൾ. ചിലർ അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പിടിച്ച് തൂങ്ങി ഇങ്ങനെയിരിക്കും. മീൻസ് അതിലിങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ പറ്റിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവരെ വഞ്ചിച്ച് പോയതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ വളരെ ചെറിയൊരു കാര്യം മാത്രമായിരിക്കും ഉണ്ടാവുക, പക്ഷെ അതിലിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് അങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ള രീതിയിൽ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുമായിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അങ്ങനെ ആയിരിക്കുമോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങനെ ആകുമോ പെരുമാറുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്നെ പറ്റിക്കോ, ഈ ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് അവർക്കൊരിക്കലും ഇതിൽ സത്യസന്ധരായിട്ട് ഇരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അധികകാലം ഇത് മുന്നോട്ട് പോകാനുള്ള ചാൻസും വളരെ കുറവാണ്. സോ ഇത്തരത്തിൽ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് മാത്രം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് തെറ്റ് അംഗീകരിക്കാത്ത ആളുകൾ. ചിലരുണ്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എത്ര വലിയ തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ആളുകളായിട്ട് നടക്കുന്നവർ. സോ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതായത് അവരുമായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ കുറച്ച് ആളുകൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ടെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സോറി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളും അവരുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അവരത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല. അതായത് ഒരു സോറി പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് സോൾവ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഏതൊരു സിറ്റുവേഷനിലും ആരുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ താഴ്ന്നു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അതായത് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് അംഗീകരിക്കാൻ മടി കാണിക്കുന്ന അംഗീകരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ. ചില ആളുകൾ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ളവരുണ്ട്. അതായത് എനിക്ക്, എൻ്റെ, ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവരൊരിക്കലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനൊരു വേർഡ് അവർ കൊണ്ടുവരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക്, എൻ്റെ, ഇതിൽ നിന്ന് നമ്മുടെ എന്നതിലേക്ക് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെപ്പോൾ സംസാരിക്കുമ്പോഴും ഈ രീതിയിലാവും കാണുന്നുണ്ടാവുക. എനിക്കത് വേണം, എനിക്കിത് വേണം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, എനിക്കിത് കിട്ടണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതല്ലാതെ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, നമുക്ക് അവിടെ ഇന്ന ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള രീതിയിലൊന്നും അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല. സോ ഇത്തരത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന ആളുകളായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ആലോചിക്കാനോ പോലും അവർ തയ്യാറാവുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവരുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകരുത്. അതും നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് ആയിട്ട് മാറിയേക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി, നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എപ്പോഴും വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതായത് അതിനുവേണ്ടി ആക്ഷൻ ഒന്നും എടുക്കാതെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരിങ്ങനെ പറയണം, ഞാൻ അത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അവർ ചെയ്യുന്നത് കാണാനേ ഉണ്ടാവില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാ ആളുകളോടും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അത് കാണുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ആളുകൾ മീൻസ് പ്രവൃത്തികളിൽ ഒന്നും കാണിക്കാതെ വാക്കുകൾ മാത്രം പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാവാത്ത ആളുകളായിരിക്കും. അതായത് വാക്കുകൾ മാത്രം ഉണ്ടായിരിക്കും, പക്ഷെ അതിനുവേണ്ടി പ്രവൃത്തികളൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ളവരുമായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. മീൻസ് എപ്പോഴും നിങ്ങൾ മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് സക്സസ് ആവാനോ ആയിട്ട് മുൻകൈ എടുക്കേണ്ടതായിട്ട് വരും. ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അവരുമായിട്ട് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. മീൻസ് അതൊരിക്കലും ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല.
താല്പര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ ചാൻസ് വളരെ കുറവുള്ള റിലേഷൻഷിപ്പാണ്, പാതിയിൽ വെച്ച് നിന്ന് പോകാൻ ചാൻസ് കൂടുതലുള്ള റിലേഷൻഷിപ്പാണ്. സോ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി അത് നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്